സാർ ഫാമിലി പാക്കിൽ 8 ചിക്കൻ ഉണ്ടാവും, കോംബോ പാക്കിൽ 10 ചിക്കൻ ഉണ്ടാവും. ഇത് കൊണ്ടുതരാൻ ഒരു ചെക്കനും ഉണ്ടാവും. ആ ഓഫർ ഉണ്ട് സാർ. ഇപ്പോഴാകുമ്പോ കാശ് പകുതി ആവത്തല്ലോ, ഡെലിവറി ചാർജ് പകുതി ആവത്തല്ലോ. മാത്രല്ല ഡെലിവറി ചെയ്യുന്ന ആൾ പകുതി തിന്നും സഹായിക്കും. ഹലോ ഹലോ സാർ. എന്താ വേണ്ടേ? എടി കൊച്ചേ, ഞാൻ കുഞ്ഞേച്ചനെ വിളിച്ചാണ്. കുഞ്ഞീഷ്ണോ? അതാരാ? എന്റെ അനിയത്തി ചന്ദ്രയുടെ മോനെ. ഇവിടെ ഏതാ ഒരു കണ്ണാടി കടയിലാണ് ജോലിന്ന് പറയണ കേട്ട്. അയ്യാ, ഇത് കണ്ണാടി കടയല്ല. പിന്നെ 4 വർഷം കണ്ണാടി ഇട്ടേക്കണം. പിന്നെ ഇത് കണ്ണാടി കടയല്ലാതാ? അമ്മച്ചി ഉദ്ദേശിച്ചത് ഒപ്റ്റിക്കൽസ് ആണോ? ആ, അവന്റെ അച്ഛൻ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നാട്ടുകാരെ നടി കിട്ടിയപ്പോ അതൊക്കെ നിർത്തി. എന്തോന്നേ? ഒപ്റ്റിക്കൽസ്. പക്ഷെ കുഞ്ഞിഷ്ടം പാവാ. അമ്മച്ചി, ഇവിടെ അങ്ങനെ ഒരാളില്ല. ഇത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലവാ. അത് വേണ. എന്നാ മക്കളും അമ്മച്ചി ക്ലാസ് മോരും വെള്ളം അടുത്താണ്. ഇത്തിരി കരിവേപ്പിലയും കൂടെ ഇട്ടോ. മോരം വെള്ളം കിട്ടാതെ മുറുക്കാൻ കടയല്ല. ഓ, അങ്ങനാണെങ്കി ക്ലാസ് ലൂസ് ഇടും. ലൂസാ? വെള്ളത്തിന്റെ ലൂസേ കുഴലിട്ട് വലിച്ചു കുടിയണം. പിന്നെ വാതി മുട്ട വതിക്കി വെച്ച പൊറോട്ടെ. അത് തന്നെ മക്കളെ. ഇവിടെ അതൊന്നുമില്ല. ഓൺലി ബ്രോസ്റ്റഡ് ചിക്കൻ. മലയാളത്തിൽ പറയടി. വറുത്ത കോഴീന്ന്. അങ്ങനെ വേണ. എന്നാ മക്കളെ അമ്മച്ചിക്ക് ഇത് പൂരം ചോറും ശകലും കുഴച്ചാറും കൂടെ താ. ഭയങ്കര വിശപ്പ്. അമ്മച്ചി കഴിക്കാൻ പറ്റിയ ഒന്നും ഇവിടെ ഇല്ല. നിന്റെ പെറ്റ തള്ളേർത്ത് ചോദിച്ചിരുന്നെങ്കി നീ കൊടുക്കൂലാടി. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഉച്ചക്ക് കഴിക്കാൻ കൊണ്ടുവന്ന് ചോറ് തരാം. ഇതാ, അമ്മച്ചി കഴിച്ചോ. ചേറും ചമ്മന്തിയാ. മുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതും ഇല്ലാതെ ഞാൻ തിന്നൂല. എടി കൊച്ചേ, നീ നിന്റെ തള്ളാട് ചെന്ന് പറയണം ഈ പ്രായത്തിലെ പിള്ളേർക്ക് നല്ല ആഹാരം കൊടുക്കണോന്ന്. അല്ലെങ്കിൽ ഇതുപോലെ അമ്മച്ചി ഇതാണ്ടേ അപ്പുറത്ത് ഞങ്ങളുടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് എന്താന്ന് വെച്ചാ കഴിച്ചോ. അവിടെ എന്തൊരു മക്കളെ ആഹാര സാധനം അടച്ചു വെച്ച് കുറെ പേര് കോട്ട് വിട്ട് കാവലിരിക്കണ. അതാണ് ബൊഫേ. വലിയ വലിയ ആൾക്കാരൊക്കെ അവിടുന്ന് കഴിക്കുന്നേ. നമ്മളൊരു പ്ലേറ്റ് എടുത്തുണ്ടെങ്കിൽ ചെന്നാ മതി. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം. ഇതിനല്ലേ നമ്മളെ നാട്ടിൽ തെണ്ടി തിന്നലെന്ന് പറയണത്. അതല്ല, നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് തിന്നാന്ന്. എന്നിട്ട് തിന്നു തീരുമ്പോ അടുക്കത്തെ കാശും പറഞ്ഞാണ്ട് എന്നെ തിന്നാനല്ലേ. എടി കൊച്ചേ, ഇവിടെ എനിക്ക് തിന്നാനോ കുടിക്കാനോ വല്ല ഉണ്ടെങ്കിൽ ക്യാപ്പുച്ചീനോ മതിയോ? കാപ്പിച്ചീനതാണ് നിന്റെ ഭാഗത്തേക്ക് ഞാൻ ഒഴിക്കും. അയ്യോ, കാപ്പിച്ചീനതല്ല ക്യാപ്പുച്ചീനോ. ആരോട് പറയാൻ? എന്നാ അമ്മച്ചി മെനു കാർഡ് നോക്കി അമ്മച്ചിക്ക് വേണ്ടത് എന്താന്ന് പറ. ഇംഗ്ലീഷ് ഒന്നോല് ശരിയാക്കി തരണേ. കറക്കി കുത്താത് ചോദ്യ പേപ്പർ അല്ല. ഇത് മതി. ഇത് റെസ്റ്റോറന്റ് പേരാ. അങ്ങനെയാണെങ്കിൽ ഇതാണ്ടേ മുറിച്ച കിണ്ണത്തപ്പ മതി. മുറിച്ച കിണ്ണത്തപ്പോ? അത് പീസ. ഇങ്ങനെ പീസാക്കി മുറിച്ച് വെച്ചേക്കുണ്ടായിരിക്കും. പീസാന്ന് വിളിക്കണതല്ലേ. ഈ ആരൊക്കെ തിന്നിട്ട് പശ വെച്ചോട്ടിച്ചേക്കണേ. എനിക്ക് വേണ്ട. നീ പോയി നരകത്തിലെ ഒരു കോഴി ഇങ്ങെടുത്തോണ്ട് വന്നാണ്. നരകത്തിലെ കോഴിയാ? ആ, നരകത്തിലല്ലേ കമ്പി കൂടെ കാറ്റി എണ്ണ മുഖി തീയിൽ ചുട്ടെടുക്കണത്. അങ്ങനത്തെ കോഴി. ഓ, ചിക്കൻ ഷവായ്. ആ, ചിക്കൻ ഷവായിച്ചല്ലേ എങ്ങനെയാണത്. ഇതെന്തറിഞ്ഞേ? കഴിക്കാനാ? അയ്യോ, ഇത് ചത്തോവില്ലേ. ഇത് വെച്ച് കഴിക്കാനാ. ഇത് വെച്ചാ വേവോ? എത്ര തിളപ്പിക്കണ? അമ്മച്ചി ഇതാണ്ടേ ഈ കത്തി കൊണ്ട് കീറി ഇത് വെച്ച് കുത്തി തിന്നണം. ഓ, അപ്പൊ ഇതിനാണല്ലേ കൊന്നാ പാപം തിന്നാ തീരുമെന്ന് പറയണത്. എന്തൊരു മക്കളെ ബർഗർ. അത് സിംഹം ഉണ്ടാക്കിയതാണ്. എന്താ അങ്ങനെ വെച്ചേ? അല്ല, അത് പറഞ്ഞപ്പോ ഒരു ഗർജനം കേട്ട്. ഗർജനല്ല, അതിന്റെ പേരാണ് ബർഗർ. എന്നാ എനിക്കും കൂടി ഒരു ഗർഗർതാ. ഇതാ. എത്ര രൂപ? 200. 200 രൂപ. അപ്പുറത്തും ഇപ്പുറത്തും 2 ബന്യം വെച്ച് നടുക്കത്തിരി പ്ലാവിലെ വെച്ച് തറയിൽ 200 ഗുണവേ. ഇതിനെക്കാട്ടി എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് പ്ലാവിലെ തിന്നാ പോരെ. ഇതിനെത്ര രൂപ? 375. അപ്പൊ കോഴിക്കാ 400. ഇതിനെക്കാട്ടി നീയൊക്കെ കട്ടപ്പാറം കൊണ്ട് കക്കാൻ പോടി. അമ്മച്ചി എന്നെ എടി പോടി അങ്ങനെ വിളിച്ചാണ്ടല്ലോ. ഞാൻ ഇവിടെ മാത്രല്ല, ജർമ്മനിയിലും ദുബായിലും കുവൈറ്റിലൊക്കെ പോയി ജോലി ചെയ്തിട്ടുള്ള ആളാ. ചേട്ടി, എന്റെ വീട്ടിന്റെ പറഞ്ഞു നിക്കണ പറഞ്ഞാണ്ടി പോവാത്തൊരു രാജ്യമില്ല. എന്നും പറഞ്ഞാണ്ടി അല്ലാതെ അവിടെ കുഞ്ഞീശോന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് വലിയ ഷോ ഇറക്കിയ ഒരൊറ്റ അടിക്ക് മൂക്ക് ഞാൻ ചപ്പിളിയാക്കും. ഞാൻ ഈ ഡ്രസ് ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിന്റെ
ലോകത്തെ നിങ്ങളെക്കാൾ കുഴപ്പാ. മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? വീടിന്റെ മുള്ളിൽ മാത്രമേ മാർബിൾ ഇട്ടിട്ടുള്ളൂ, അകത്ത് മൊത്തം ചാണകം കഴുകിയതാണ് കുഞ്ഞിക്കര.